ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു 3 ബ്ലെസ്സിങ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ്. കുറച്ച് ബ്ലെസ്സിങ്സ് നമുക്ക് എന്ത് വരും എന്ന് പറഞ്ഞ് നോക്കാൻ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും കിട്ടുന്നതാവാം, എന്തെങ്കിലും ജോലി കിട്ടുന്നതാവാം, പഠിക്കുന്നതാവാം, ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്ന കാര്യങ്ങളാവാം, നിങ്ങളുടെ ലൈഫിൽ റൊട്ടീൻ എന്തെങ്കിലും മാറുന്നതാവാം, എന്തോ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഗൈഡൻസ് നമ്മൾ ഏഞ്ചൽ ആൻസേഴ്സും ജസ്റ്റ് ഗൈഡൻസ് മെസ്സേജും ഒറാക്കിൾസും മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, നോക്കാം എന്താണ് ബ്ലെസ്സിങ് വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, choose a new direction, big happy changes, ask for help from others, peaceful resolution, communicate clearly, the situation will improve. നമ്മൾ ഗൈഡൻസ് ആയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബി അസേർട്ടീവ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു യെസ് ഉണ്ട്. വെരി നൈസ്. യെസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? യെസ്, അത് നടക്കും. ജോലി കിട്ടുമോ എന്നാണെങ്കിൽ യെസ്. പഠിക്കാൻ എന്തെങ്കിലും ചേരാനാണെങ്കിൽ യെസ്. നിങ്ങൾ എന്തെങ്കിലും എക്സാംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സക്സസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ യെസ്, അതും യെസ് ആണ്. ബെറ്റർ ആവും, സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, ഇനി ബാക്കി പറയാം. ഒരു യെസ് ആൻസർ ഇവിടെ യൂണിവേഴ്സ് തന്നു കഴിഞ്ഞു നിങ്ങൾക്ക്. എല്ലാം എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളോട് എസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് ചോദിച്ചാലും യൂണിവേഴ്സിന് യെസ് പറയും. പക്ഷേ അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് വന്നാലും യൂണിവേഴ്സ് യെസ് എന്ന് പറഞ്ഞു കളയും. സോ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ എന്താ ചോദിക്കുന്നതെന്ന്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആദ്യം പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരാൻ, ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ കുറേ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം അതിൽ നിന്ന് നിങ്ങളൊന്ന് അല്പം മാറി അതിൽ നിന്ന് മാറ്റുക, നിങ്ങളുടെ വഴി മാറ്റുക എന്ന രീതിയിൽ. ഓക്കെ, എപ്പോഴും നമ്മുടെ ഗോൾ മാറ്റേണ്ട കാര്യമില്ല, പക്ഷേ അതിലേക്ക് എത്താനുള്ള വഴികൾ ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. ഓക്കെ, നമ്മൾ വിചാരിച്ച ഒരു കാര്യത്തിനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ ഒരു വഴി കൂടി സപ്പോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടക്കില്ലെങ്കിൽ നമ്മൾ ലേശം ഒന്ന് ചിലപ്പോൾ റൂട്ടൊന്ന് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, പക്ഷെ അത് നല്ല ഇനാവും എപ്പോഴും. ഓക്കെ, അത് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിന്തയുടെ ചേഞ്ച് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ ചില ചിന്തകൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ടാവും, ചില ഹാബിറ്റ്സ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ടാവും. നമ്മളുടെ റൊട്ടീൻ, ലൈഫിൻ്റെ റൊട്ടീൻ അതായത് രാവിലെ നേരത്തെ ഞാൻ എക്സാമ്പിളായിട്ട് എനിക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഫുഡിൻ്റെ ഹാബിറ്റ്, ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ എന്താണ്, എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾക്ക് വേറെ വരാൻ പോകുന്നത് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. എന്ന് വെച്ചാൽ നല്ല മാറ്റങ്ങൾ വരും, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്ന രീതിയിൽ. ഓക്കെ, പക്ഷെ അതിനാദ്യം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനുണ്ട്. നന്നായി ആലോചിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കുക. ആ മാറ്റം വരുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹാപ്പി ചേഞ്ചസ് നിങ്ങൾക്ക് വരും. ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് ഗൈഡൻസ് ആയിട്ട് വേണമെങ്കിൽ സപ്പോസ് ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കേണ്ടി വരാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വല്ലവരോടും ചോദിക്കാം, അറിയുന്ന ആൾക്കാരോട് ചോദിക്കാം, അറിവുള്ള വ്യക്തികളോട്, നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ളവർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങളെ, അവർ ഓൾറെഡി ചിലപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ അവരോട് നിങ്ങൾക്ക് അഡ്വൈസ് ചോദിക്കാം. ആ രീതിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, മടിക്കണ്ട, ഒരിക്കലും ഹെൽപ്പ് ചോദിക്കാൻ നമ്മൾ ചെറുതായി പോകുമെന്നൊന്നും നിങ്ങൾ തോന്നണ്ട. നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, എപ്പോഴും നമ്മൾ എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയാലും അതിനെപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം അത് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ചില ഹെൽപ്പായിരിക്കും. പീസ്ഫുൾ റെസൊല്യൂഷൻ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആവും, അത് ശരിയാവും എന്ന് പറയാം, അത് ഒത്തുതീർപ്പാവും എന്ന് പറയാം. എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു പേഴ്സണുമായിട്ടുള്ള ഇത് മാത്രമല്ല, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, അതിനൊക്കെ നിങ്ങൾക്ക് സമാധാനപരമായിട്ടൊരു സൊല്യൂഷൻ കിട്ടും, കാര്യങ്ങൾ ശരിയാവും എന്നാണ് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഓക്കെ, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അഗെയിൻ ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒന്ന് ഡയറക്ഷൻ മാറ്റാനുണ്ട് എന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും
ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ക്ലിയർ ആവുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്, അതെങ്ങനെ പറയണം എന്നുള്ളത് നിങ്ങൾ ക്ലിയർലി പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ടാവാം എന്ന് വെച്ചാൽ തൊണ്ടയിൽ അത് നമ്മളുടെ പേടികളാണ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ മറ്റേ ആൾ നമ്മളെ മനസ്സിലാക്കുമോ എന്നുള്ളൊരു പേടി, പറഞ്ഞാൽ തെറ്റായി പോവോ എന്നുള്ള പേടി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റിദ്ധരിക്കും മറ്റൊരാൾ എന്ന് ആദ്യമേ നമ്മൾ മുൻവിധി ഇതാക്കണം. അങ്ങനെ ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ പറയാനുള്ളത് ക്ലിയർ ആയിട്ട് പറയുക. പക്ഷേ ത്രോട്ട് ചക്ര എക്സസൈസസ് നിങ്ങൾ എവിടെയെങ്കിലും യൂട്യൂബിലൊന്ന് നോക്കുക. ത്രോട്ട് ചക്ര എക്സസൈസ്, ഓക്കെ, വിശുദ്ധി ചക്ര എന്നോ എന്തോ ആണ് പറയാൻ മലയാളത്തിൽ. അതിൻ്റെ ഒരു എക്സസൈസ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ കുത്തിയാലും മതി. ശരിക്കും ഇങ്ങനെ നമ്മൾ ടാപ്പിംഗ് പറയാൻ കാണിക്കുക, വീഡിയോ തിരിക്കാൻ പറ്റില്ല. ഓക്കെ, തൊണ്ടയുടെ ആ കുഴിയുടെ അവിടെ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഒരു സൗണ്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോൺഫിഡൻസും കുറച്ച് വർദ്ധിപ്പിക്കണം. ആക്ച്വലി കോൺഫിഡൻസ് ഉള്ളപ്പോഴേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന കാര്യം കറക്റ്റാണ്, ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം കറക്റ്റാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ചിന്ത, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനും കഴിയുള്ളൂ. സോ കോൺഫിഡൻസ് കൂടി ലേശം വർക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ. സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. തീർച്ചയായിട്ടും സിറ്റുവേഷൻ ബെറ്റർ ആവും. ആക്ച്വലി ലൈഫിൽ ഏതൊരു സിറ്റുവേഷനും എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല. നമുക്ക് പ്രശ്നങ്ങൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവാം. ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആവും. പക്ഷെ അതിനുവേണ്ടി നമുക്ക് കുറച്ച് അതിനെ സ്പീഡാക്കാൻ, നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടാം എന്നാണ്. അപ്പോൾ അത് ഈ സിറ്റുവേഷൻ മാറി വരും, ശരിയായി വരും, ബെറ്റർ ആവും. ആൻഡ് ബി അസർട്ടീവും ഉണ്ട്, ബി കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഇത് രണ്ടും ആക്ച്വലി ത്രോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓക്കെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയുക, ക്ലിയർ ആയിട്ട് പറയുക. അസർട്ടീവ് എന്ന് പറയുമ്പോൾ ഉറച്ചു നിൽക്കുക എന്ന രീതിയിൽ, അതായത് കുറച്ചുകൂടി നിങ്ങൾ പറയുന്നത് അസർട്ടീവ് എങ്ങനെയാണ് പറയുക, എനിക്കിത് വേണം എനിക്കിത് തന്നെയാണ് വേണ്ടത് എന്ന് പറയാൻ കഴിയുക. പക്ഷെ അത് നമ്മൾ മറ്റൊരാളെ ഭരിക്കുന്ന തരത്തിലായിപ്പോണ്ട, എന്നാലും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പറയുകയും വേണം. സോ നന്നായിട്ട് നിങ്ങൾക്ക് ഐ തിങ്ക് നമ്മൾ യൂണിവേഴ്സിനോട് ആക്ച്വലി പറയേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിന് അഫർമേഷൻസ് ഉണ്ട്, ത്രോട്ട് ചക്ര അഫർമേഷൻസ് ഉണ്ട്. അതായത് ഞാൻ പറയുന്ന കാര്യം കറക്റ്റാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞ് അവനവൻ്റെ മേലെയുള്ളൊരു കോൺഫിഡൻസ്. ഓക്കെ, അത് നമ്മൾ പറയുന്ന സമയത്ത് മറ്റൊരാൾക്ക് അത് കേൾക്കാൻ കഴിയണം, വ്യക്തമായിട്ട് നമുക്ക് ആദ്യം അത് പറയാൻ കഴിയണം, ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കണം. ആ കേൾക്കുന്ന ആൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡിങ് വരണം. ഓക്കെ, പരസ്പരം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നൊക്കെയുള്ള കുറച്ച് അഫർമേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതൊന്ന് ഇതാക്കി നോക്കുക, ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക. ത്രോട്ട് ചക്ര, വിശുദ്ധി ചക്ര നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ എവിടേക്കോ ചിലപ്പോൾ നിങ്ങൾ പറയാതിരിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പറയാനും. തെറ്റുകൾ കണ്ടാൽ നമ്മൾ എടുത്ത് പറയണം, നമ്മൾ പറയണം. അല്ലെങ്കിൽ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ മടിക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ആ ത്രോട്ട് ചക്രയുടെ ഒരുപാട് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളതിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളിത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ചസ് നിങ്ങളിൽ വരുത്തി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കുക, പിന്നെ ന്യൂ ഡയറക്ഷൻ്റെ കാര്യം പറഞ്ഞു, ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇതിനെങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, പ്യൂരിഫിക്കേഷൻ വീണ്ടും ഇത് എപ്പോഴും വരും ഈ കാർഡ്. ട്രസ്റ്റ്, വണ്ടേഴ്സ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ആൻഡ് ലവ്. ഓക്കെ, ചിലവർക്ക് റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ കാര്യങ്ങൾ ബെറ്റർ ആവുമെന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്നേഹം ഉണ്ടാവുമെന്ന് പറയാം. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ. നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുമ്പിൽ വരും. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. മൈൻഡ്, ബോഡി, സ്പിരിറ്റ് നിങ്ങളൊന്ന് പ്യൂരിഫൈ ആവുക. ഓക്കെ, അതിന് പ്രാർത്ഥന, കാര്യങ്ങൾ, ട്രസ്റ്റ്, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി കാര്യങ്ങളൊന്ന് ബെറ്റർ ആയിട്ട് വരും എന്നുകൂടിയാണ് അർത്ഥം. യൂണിവേഴ്സിലെ മേലെ ട്രസ്റ്റ് വയ്ക്കാം. ആൻഡ് വണ്ടേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വേറെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് യെസ് ഓൾറെഡി ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. ഓക്കെ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഓരോ ദിവസവും നമ്മൾ ഓരോ ലേണിംഗ് ആണ്, അല്ലെ, ഓരോ ലെസൺ ആണ് നമുക്ക്. അത് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവാം. യെസ്, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.